Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Hare Rama, Rama Rama, Hare Hare. അമേരിക്കയിൽ ഹിന്ദുമതം വ്യാപിക്കുന്നു. അസ്വസ്ഥത. മുസ്ലിം രാജ്യങ്ങൾ എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ ദത്തെടുക്കുന്നു. സനാതനധർമ്മം. ഇന്ത്യ കഴിഞ്ഞാൽ അമേരിക്ക ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഭവനമായി മാറുമോ? അമേരിക്കക്കാർ യോഗ, ധ്യാനം, ശ്രീമദ് ഭഗവത്ഗീത പാരായണം, സനാതന ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു. ഡൊണാൾഡ് ട്രംപും ഹിന്ദുമതത്തിന്റെ അനുയായിയാണോ? സനാതനമതത്താൽ സ്വാധീനിക്കപ്പെട്ട സെലിബ്രിറ്റികൾ ആരൊക്കെയാണ്? അമേരിക്കയിലെ ഹിന്ദുക്കളുടെ എണ്ണം എത്ര? ഹിന്ദുക്കളെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് എന്താണ് പറഞ്ഞത്? അറിയാൻ വീഡിയോയുടെ അവസാനം വരെ കാത്തിരിക്കുക. സുഹൃത്തുക്കളെ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്ന അമേരിക്ക കൂടുതൽ ഹിന്ദുവായി മാറുകയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിലൊന്നായ ഹിന്ദുമതത്തിന്റെ സ്വാധീനത്തിൽ ഇന്ന് അമേരിക്ക മുഴുവൻ സനാതനമതത്തിന്റെ നിറങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഒരിക്കൽ ഹിന്ദുമതത്തെ പരിഹസിച്ചതും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങൾ ആഡംബരപൂർണമായി മുദ്രകുത്തപ്പെട്ടതും ഭഗവത്ഗീത വായിക്കുന്നത് നിരസിക്കപ്പെട്ടതും സനാതനമതത്തെ വെറുത്തതും ഇതേ അമേരിക്കയിലാണ്. ഒരുകാലത്ത് സംസ്കാരം ഒരു കപടനാടകമായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അമേരിക്കയിൽ ഹിന്ദുമതത്തിന്റെ ഒരു തരംഗം ആഞ്ഞടിച്ചിരിക്കുന്നു. ആളുകൾ തെരുവുകളിൽ ഡ്രമ്മുകളും കൈത്താളങ്ങളുമായി രാധേ കൃഷ്ണ എന്ന് ജപിക്കുന്നത് കാണാം. സനാതനധർമ്മത്താൽ സ്വാധീനിക്കപ്പെട്ട സ്ത്രീകൾ മുടിയിൽ സാരിയും പൂക്കളും ചുണ്ടിൽ ഹരിനാമവും ധരിച്ച് സനാതനധർമ്മവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതിൽ ഭാഗ്യവാന്മാരാണെന്ന് കരുതുന്നു. ധോത്തിയും കുർത്തയും ധരിച്ച പുരുഷന്മാർ ക്ഷേത്രങ്ങളിൽ ശ്രീമദ് ഭഗവത്ഗീത ചൊല്ലുന്നു. ഭഗവാൻ കൃഷ്ണന്റെയും ശ്രീരാമന്റെയും നാമങ്ങൾ ചൊല്ലുന്നു. ഒരുകാലത്ത് ഹിന്ദുമതത്തെ പരിഹസിച്ചിരുന്ന അമേരിക്കയിൽ യോഗ പരിശീലിക്കുകയും സൂര്യനമസ്കാരം നടത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മഹാമൃത്യുഞ്ജയ മന്ത്രം ഗായത്രി മന്ത്രത്തോടൊപ്പം ജപിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഹിന്ദു പാരമ്പര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് ഹിന്ദുമതം പരസ്യമായി സ്വീകരിക്കപ്പെടുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇത് വിശ്വസിക്കില്ല, പക്ഷേ എല്ലാ വർഷവും അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രദേശമായ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ ഒരു യോഗ പരിപാടി നടക്കുന്നു. ഇത് സംഘടിപ്പിക്കപ്പെടുന്നു. കുറച്ചുകാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വാർത്തകളിൽ ഇടം നേടിയ വീഡിയോ നിങ്ങൾ ഓർക്കണം. അതിൽ അമേരിക്കയിൽ നിന്നുള്ള ഏകദേശം 2000 കുട്ടികൾ ഒരുമിച്ച് ഭഗവത്ഗീത പാരായണം ചെയ്തു. ഇത് അവരുടെ മേൽ നിർബന്ധിച്ചല്ല, മറിച്ച് മാസങ്ങൾ നീണ്ട പരിശീലനത്തിനു ശേഷം അവർ ഭഗവത്ഗീത പാരായണം ചെയ്തു. സനാതൻ ധർമ്മത്താൽ സ്വാധീനിക്കപ്പെട്ട കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ പ്രമുഖ അമേരിക്കൻ സെലിബ്രിറ്റികളും ഹിന്ദു പാരമ്പര്യങ്ങളെ ബഹുമാനിക്കുന്നു. നത്തിങ് മോഡേൺ, മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് വെഡ്ഡിംഗ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത അമേരിക്കൻ ഹോളിവുഡ് നടി ജൂലിയ റോബർട്ട്സിനെപ്പോലുള്ള ചില സെലിബ്രിറ്റികൾ സ്വയം ഹിന്ദുക്കളായി പ്രഖ്യാപിക്കാൻ മടിക്കുന്നില്ല. ജൂലിയ റോബർട്ട്സ് നിരവധി തവണ സ്വയം ഹിന്ദുവാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രശസ്ത ഹോളിവുഡ് നടൻ സിൽവസ്റ്റർ സ്റ്റാലോൺ മകന്റെ മരണശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി ഹിന്ദു മതമനുസരിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തി. അതുപോലെ പ്രശസ്ത അമേരിക്കൻ സംഗീതജ്ഞനായ ജോൺ കോൾട്ടണും ഒരു അമേരിക്കൻ കുടുംബത്തിൽ ജനിച്ചു, ക്രിസ്തുമതത്തിൽ വളർന്നു. എന്നാൽ ഹിന്ദുമതവുമായി കൂടുതൽ പരിചിതനാകുകയും അതിന്റെ നന്മ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം സനാതൻ ധർമ്മവുമായി കൂടുതൽ ബന്ധപ്പെട്ടു. ഇന്ന് അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അമേരിക്കൻ സംഗീതജ്ഞനും ഗിറ്റാറിസ്റ്റുമായ ട്രെവർ ഹാൾ ഹിന്ദുമതത്തിൽ വളരെയധികം ആകൃഷ്ടനായി. അദ്ദേഹം തന്റെ ഗാനങ്ങളിൽ സംസ്കൃത പദങ്ങൾ ഉൾപ്പെടുത്താൻ തുടങ്ങി. ഇന്ന് അദ്ദേഹം ഇന്ത്യയിൽ ഒരു സന്യാസിയായി ജീവിക്കുന്നു. സിനിമാതാരങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ ലോകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അമേരിക്കക്കാരും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുകയും അതിന്റെ സ്വാധീനത്താൽ പാർലമെന്റിൽ ഗീതയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. യുഎസ് സെനറ്റ് അംഗമായതിനുശേഷം ഗീതയിൽ സത്യപ്രതിജ്ഞ ചെയ്ത തുളസി ഗബ്ബാർഡ് ഒരു ഉദാഹരണമാണ്. മുൻ യുഎസ് പ്രസിഡന്റ് ബരാക് ഒബാമ സനാതന ധർമ്മത്താൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടതിനാൽ അദ്ദേഹം എപ്പോഴും ഹനുമാൻ ചാലിസ പോക്കറ്റിൽ സൂക്ഷിക്കുന്നു. ഹിന്ദുക്കളോടുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സ്നേഹം നിങ്ങളെ കണ്ണുതുറപ്പിക്കും. 2017 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനു മുമ്പ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാൻ വന്നിരുന്നു. ഇത്തവണ 2024 യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം രണ്ടാം തവണ യുഎസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗത്തിൽ താൻ ഇന്ത്യയുടെയും ഹിന്ദുമതത്തിന്റെയും ആരാധകനാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് കേൾക്കൂ. ഞാൻ ഹിന്ദുക്കളുടെ വലിയ ആരാധകനാണ്. ഞാൻ ഇന്ത്യയുടെ വലിയ ആരാധകനാണ്. വലിയ ആരാധകൻ. ഡൊണാൾഡ് ട്രംപ് ഹിന്ദുമതത്തിന്റെയും ഇന്ത്യയുടെയും എത്ര വലിയ ആരാധകനാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതുകൂടാതെ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായതിനുശേഷം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനായി ഒരു പ്രസംഗം നടത്തി. അത് ഇതുപോലെയാണ്: ഞാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ത്യൻ ഹിന്ദു സമൂഹത്തിന് വൈറ്റ് ഹൌസിൽ ഒരു യഥാർത്ഥ സുഹൃത്ത് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പ്രസ്താവിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. അത് എനിക്ക് നിങ്ങളോട് ഉറപ്പു നൽകാൻ കഴിയും. ഇതിനർത്ഥം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായുള്ള സൗഹൃദം ശക്തിപ്പെടുത്താൻ മാത്രമല്ല,
വിഘടനവാദികൾക്കെതിരായ ഇന്ത്യയുടെ പിന്തുണ ശക്തിപ്പെടുത്താനും ആഗ്രഹിക്കുന്നു എന്നാണ്. സഹകരണം മുതൽ ഇന്ത്യക്കാരുടെ സുരക്ഷ വരെ അവർ അവർക്ക് മുൻഗണന നൽകാനും ആഗ്രഹിക്കുന്നു. ഈ അർത്ഥത്തിൽ ഭാവിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അഭേദ്യമായ സൗഹൃദത്തിന് ഇത് ഒരു സാക്ഷ്യമാകാം. ഇത് സംഭവിക്കുകയാണെങ്കിൽ അമേരിക്കയിലൂടെ ഒഴുകുന്ന ഹിന്ദുമത തരംഗം കൂടുതൽ വേഗത കൈവരിക്കും. നിലവിൽ ഹിന്ദു ഇന്ത്യയ്ക്ക് ശേഷം അമേരിക്കയെ ഹിന്ദുമതത്തിന്റെ രണ്ടാമത്തെ കേന്ദ്രമായി കണക്കാക്കുന്നു. കാര്യങ്ങൾ ഇതുപോലെ തുടർന്നാൽ അമേരിക്കയിലെ 2.5 ദശലക്ഷം വരുന്ന ഹിന്ദു ജനസംഖ്യ കൂടുതൽ വർദ്ധിക്കും. അമേരിക്ക പ്രധാന ഹിന്ദു രാജ്യങ്ങളിലൊന്നായി മാറും. കാരണം കുറച്ചുകാലമായി അമേരിക്കയിൽ ഹിന്ദുമതത്തിന്റെ പ്രചരണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവദ്ഗീതയുടെ ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിക്കപ്പെടുന്നത് ഇവിടെയാണ്. ഇത് തെളിയിക്കുന്നു അമേരിക്കക്കാർക്കിടയിൽ ഹിന്ദുമതം എത്രമാത്രം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാണ്. എന്നിരുന്നാലും മതമൗലികവാദികളെപ്പോലെ ഹിന്ദുമതം ഇവിടെ ബലപ്രയോഗത്തിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നില്ല, ആളുകളെ ഹിന്ദുമതം സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മറിച്ച് ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം സനാതൻ ധർമ്മത്തിലേക്ക് തിരിയുന്നു. കാരണം സനാതൻ ധർമ്മത്തിന്റെ സാരാംശം അത് ഒരു മതം മാത്രമല്ല, ജീവിക്കാനുള്ള ഒരു കലയാണ്. ജീവിതത്തിൽ ഒരു അമ്മയുടെ പ്രാധാന്യം എന്താണ്? ഗുരുവിനോടുള്ള ബഹുമാനം എന്താണ്? ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം എന്താണ്? മറ്റുള്ളവരെ സഹായിക്കുന്നതിന്റെ അർത്ഥം എത്ര പവിത്രമാണ്? നിസ്വാർത്ഥ സേവനത്തിന്റെ അർത്ഥമെന്താണ്? ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? ഇതെല്ലാം പഠിപ്പിക്കുന്നത് സനാതൻ ധർമ്മമാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ 3ാമത്തെ വലിയ മതമാണ് സനാതൻ ധർമ്മം. മൊത്തം ജനസംഖ്യ ഏകദേശം 12 ബില്യൺ ആളുകളാണ്. ഇതിൽ 2.8 ദശലക്ഷത്തിലധികം പേർ അമേരിക്കയിലാണ് താമസിക്കുന്നത്. അമേരിക്കയിലെ ക്ഷേത്രങ്ങളുടെയും ആശ്രമങ്ങളുടെയും എണ്ണത്തിൽ സ്ഥിരമായ വർധനവിന് ഇത് കാരണമാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഹജ്ജ് തീർത്ഥാടനത്തേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. 435 എണ്ണം നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ആളുകൾ രാവിലെയും വൈകുന്നേരവും ധ്യാനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. ഹിന്ദുമതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇത് ഒരു വ്യക്തി സ്ഥാപിച്ചതല്ല. ഋഗ്വേദം രചിച്ച ഋഷിമാരും അവരുടെ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ഋഷിമാരും സനാതൻ ജന്മം നൽകിയതായി പറയപ്പെടുന്നു. അവരിൽ ബ്രഹ്മാവ്, വിഷ്ണു, വായു, അകിരൻ എന്നിവരാണ് ഏറ്റവും പ്രമുഖ. സസ്യങ്ങളെയും പ്രകൃതിയെയും പവിത്രമായി കരുതുന്ന ഒരേയൊരു മതമാണിത്. മനുഷ്യരെ തിന്മയല്ല, സാഹോദര്യമാണ് പഠിപ്പിക്കുന്നത്. മോക്ഷത്തിലേക്കുള്ള പാത കാണിക്കുന്ന ഒരേയൊരു മതമാണിത്. ഏറ്റവും മഹത്തായതും പുരാതനവുമാണെന്ന് അവകാശപ്പെടുന്ന നിരവധി മതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കാം. എന്നാൽ സനാതന്റെ ലാളിത്യം നോക്കൂ. ഏറ്റവും പുരാതനമാണെങ്കിലും ഈ മതം ഒരിക്കലും ഏറ്റവും പുരാതനമാണെന്ന് അവകാശപ്പെടുന്നില്ല. ഇതിനേക്കാൾ വലിയ മതമില്ല. ഇത് മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഒരു മതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സനാതൻ ധർമ്മം. അത് ജീവജാലങ്ങളെ കൊല്ലുന്നതിൽ വിശ്വസിച്ചിരുന്നില്ല, മറിച്ച് അവയെ പിന്തുണയ്ക്കുന്നതിൽ വിശ്വസിച്ചിരുന്നു. ജീവൻ നൽകുന്ന സൂര്യനെയും ചന്ദ്രപ്രകാശം പ്രസരിപ്പിക്കുന്ന ചന്ദ്രനെയും ആരാധിക്കണമെന്ന് ഈ മതം വാദിക്കുന്നു. സനാതനധർമ്മം ഉള്ളിൽ നിന്ന് സ്വയം ശുദ്ധീകരിക്കുന്ന ഒരു സത്യമാണ്. ഇന്ന് ലോകമെമ്പാടും സനാതന അനുയായികളുടെ ഒരു വലിയ പ്രവാഹം ഉണ്ടാകുന്നത് വെറുതെയല്ല. വിദേശ രാജ്യങ്ങളിൽ നെറ്റിയിൽ തിലകം ധരിച്ച് സനാതന പാരമ്പര്യമനുസരിച്ച് വസ്ത്രങ്ങൾ ധരിച്ച കുട്ടികൾ ഭഗവാൻ കൃഷ്ണന്റെ നാമം ജപിക്കുക മാത്രമല്ല, ഭഗവദ്ഗീത പാരായണം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും, അത് ബ്രിട്ടനായാലും റഷ്യയായാലും ഇപ്പോൾ അമേരിക്കയായാലും, സനാതനധർമ്മത്തിന്റെ അതുല്യമായ മുദ്ര നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം സനാതനധർമ്മം വൈവിധ്യത്തിൽ ഏകത്വം പഠിപ്പിക്കുന്നു, ആളുകളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു, ഒരുമിച്ച് ചിരിക്കാനും സംസാരിക്കാനും അവരെ പഠിപ്പിക്കുന്നു. അമേരിക്ക ഹിന്ദുവാകുന്നതിന്റെ ഒരേയൊരു കാരണം ഇതല്ല, മറിച്ച് ഇതിനു പിന്നിലെ കാരണവും സനാതനധർമ്മത്തിന്റെ ശക്തി, അതിന്റെ പരിശുദ്ധിയും ഐക്യവുമാണ്. അത് എല്ലാ കോണുകളിൽ നിന്നുമുള്ള ആളുകളെ ഒന്നിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിൽ 2007 വരെ ജനസംഖ്യയുടെ 4% മാത്രമേ ഹിന്ദുക്കളായിരുന്നുള്ളൂ. ഇന്ന് ഈ രാജ്യത്തെ ജനസംഖ്യയുടെ 7%-ത്തിലധികം ഹിന്ദുക്കളാണ്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ശേഷം 3ാമത്തെ വലിയ മതമായി അവരെ മാറ്റുന്നു. ഏകദേശം 54 ദശലക്ഷം അമേരിക്കക്കാർ അതിരാവിലെ യോഗയും ധ്യാനവും പരിശീലിക്കുന്നത് ആസ്വദിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 36 ദശലക്ഷം അമേരിക്കക്കാർ എല്ലാ ദിവസവും രാവിലെ യോഗ പരിശീലിക്കുന്നു. അതേസമയം 18 ദശലക്ഷം പേർ ധ്യാനത്തോടെയാണ് ദിവസം ആരംഭിക്കുന്നത്. ആരാധന, ദാനധർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ എന്നിവ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അമേരിക്കയുടെ ഓരോ ഇഞ്ചിലും ഹിന്ദുമതം വ്യാപിച്ചാൽ ഭാവിയിൽ ഇന്ത്യയെപ്പോലെ അമേരിക്ക ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായി മാറുമെന്നും അവിടെ സനാതനം മാത്രമായിരിക്കും ഏക ശാശ്വത അസ്തിത്വം എന്നും വിദഗ്ധർ വിശ്വസിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് സാധ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതെ എങ്കിൽ എപ്പോൾ? ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ പങ്കിടുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? അതിനാൽ
ദയവായി ലൈക്ക് ചെയ്യുക, പങ്കിടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഉടൻ തന്നെ അങ്ങനെ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു.